തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, ജോസ്കോ ഫാഷൻ ജുവലേഴ്സ്, ജോസ് അലൂക്കാസ് ആൻഡ് സൺസ്, അലൂക്കാസ് ജ്വല്ലറി. വലത് വർഗീയ കക്ഷികൾ ഇടതുപക്ഷ വായാടികളുമായി ഒന്നിച്ച് സിപിഎമ്മിനെ വേട്ടയാടുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ചന്ദ്രചൂഡൻ പ്രസ്താവനകൾ ഇറക്കണമെന്നും പിണറായി. എടക്കളത്തൂർ സണ്ണിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പ്രതികൾക്ക് വിവിധ വകുപ്പുകളിലായി 25 വർഷം തടവ്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന് സെഷൻസ് കോടതി. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം മുൻപന്തിയിലാണെങ്കിലും ഗുണനിലവാരത്തിൽ ഇനിയും മുന്നേറണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറണമെന്നും മുഖ്യമന്ത്രി. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ പന്തലിന് കാൽനാട്ടി. ഈ വർഷത്തേത് 51ാമത് പൂരം പ്രദർശനം. വാർത്തകൾ വിശദമായി. വലത് വർഗീയ കക്ഷികൾ ഇടതുപക്ഷ വായാടികളുമായി ഒന്നിച്ച് സിപിഎമ്മിനെ വേട്ടയാടുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കേരള രക്ഷാ മാർച്ചിന് കുന്നംകുളത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൽഡിഎഫ് സർക്കാരുകൾ തുടങ്ങിവെച്ച മുഴുവൻ വികസന പ്രവർത്തനങ്ങളും തകർക്കുന്ന നയങ്ങളാണ് കാലാകാലങ്ങളിൽ ഭരണത്തിലെത്തുന്ന യുഡിഎഫ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്നാൽ ഇത് ബഹുജനങ്ങളെ മുൻനിർത്തി സിപിഎം ചെറുത്തു നിൽക്കുകയാണെന്നും പിണറായി പറഞ്ഞു. വി കെ ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു. രക്തസാക്ഷികളുടെ കുടുംബത്തെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു. നിയോജകമണ്ഡലം അതിർത്തിയായ ചാട്ടുകുളത്ത് നിന്ന് വാദ്യമേളങ്ങളുടെയും വളണ്ടിയർമാരുടെയും അകമ്പടിയോടെയാണ് മാർച്ചിനെ സ്വീകരിച്ചത്. പി കെ ശ്രീമതി, എ കെ ബാലൻ, ഇ പി ജയരാജൻ, എളമരം കരീം, എ സി മൊയ്തീൻ, ബാബു എം പാലിശ്ശേരി എംഎൽഎ, ബേബി ജോൺ, എൻ ആർ ബാലൻ, എ വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി സിപിഎം ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായിരുന്ന എടക്കളത്തൂർ സണ്ണിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പ്രതികളെ വിവിധ വകുപ്പുകളിലായി 25 വർഷം തടവിന് തൃശൂർ സെക്കൻഡ് അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചു. മുല്ലശ്ശേരി താണവീഥി സ്വദേശി കുറ്റിപ്പുറത്ത് പീതാംബരൻ, ഗുരുവായൂർ കാരേക്കാട് സ്വദേശി അന്തിക്കാട്ടിൽ ഉണ്ണികൃഷ്ണൻ, മുല്ലശ്ശേരി സ്വദേശി പൊന്നമ്പറമ്പിൽ വിബീഷ് എന്നിവരെയാണ് വിവിധ വകുപ്പുകളിലായി 25 വർഷത്തേക്ക് ശിക്ഷിച്ചത്. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് ജഡ്ജി കെ സോമൻ വിധിച്ചു. ആകെ 8 പ്രതികളുള്ള കേസിൽ 4ാം പ്രതി വിചാരണ നടന്നുകൊണ്ടിരിക്കെ മരിച്ചിരുന്നു. 5, 6 പ്രതികളെ തെളിവിന്റെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. കേസിലെ 7, 8 പ്രതികൾ ഒളിവിലാണ്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി രണേന്ദ്രനാഥൻ, അഡ്വക്കേറ്റ് പി എൻ സുരേഷ് എന്നിവർ കോടതിയിൽ ഹാജരായി. കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ചന്ദ്രചൂഡൻ പ്രസ്താവനകൾ ഇറക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കേരള രക്ഷാ മാർച്ചിനോടനുബന്ധിച്ച് തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർഎസ്പി ദേശീയ നേതാവ് ചന്ദ്രചൂഡൻ കോൺഗ്രസിനും ബിജെപിക്കുമെതിരെ നാവനക്കുന്നില്ലെന്നും ചന്ദ്രചൂഡന് എന്തുപറ്റിയെന്ന് അറിയില്ലെന്നും പിണറായി കൂട്ടിച്ചേർത്തു. സീറ്റ് വിഭജനം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. പൊതുജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാകും പാർട്ടിയുടെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും തൃശൂരിന്റെ സ്വപ്ന പദ്ധതിയായ പൊന്നാനി കോൾ വികസന പദ്ധതി യുഡിഎഫ് സർക്കാർ അട്ടിമറിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദേശീയ നേതാവായിരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളുണ്ട്. അതിലൂന്നേണ്ടത് സാധാരണ നിലയ്ക്ക് ഇന്നത്തെ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും. ഞങ്ങളല്ലെങ്കിലും അത് അവരൊരു ഇടതുപക്ഷ പാർട്ടിയാണല്ലോ. അതിൻ്റെ ഒരു നേതാവായിരിക്കുന്ന ചന്ദ്രചൂഡനിൽ നിന്ന് കോൺഗ്രസിനും ബിജെപിക്കും എതിരെയുള്ള ശക്തമായ പ്രതികരണമാണല്ലോ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ദേശീയ തലത്തിൽ ഉണ്ടാകുന്നൊരു നേതാവ്, നമ്മുടെയൊക്കെ ഒരു സുഹൃത്ത്, അങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെയല്ലേ ഞങ്ങൾ എല്ലാം പ്രതീക്ഷിക്കുക. ഒരു വാചകം കണ്ടില്ലല്ലോ കോൺഗ്രസിനെതിരായിട്ടോ ബിജെപിക്കെതിരായിട്ടോ ഒരു വാചകം പറഞ്ഞില്ല. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറ്റുന്നത് എന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോവുക എന്നത് മാത്രമേ നിവൃത്തിയുള്ളൂ.
വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം മുൻപന്തിയിലാണെങ്കിലും ഗുണനിലവാരത്തിൽ ഇനിയും മുന്നേറണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷ് ഭാഷയടക്കമുള്ള വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയ പ്രവർത്തനം വിലപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറണം. ഇതിനുവേണ്ടിയാണ് ലക്ഷ്യബോധമുള്ള സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണാവകാശം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായിരുന്നു. തോമസ് ഉണ്ണിയാടൻ എംഎൽഎ, നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ്, കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. 2014 തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ ഭൂമി പൂജയും പന്തൽ കാൽനാട്ട് കർമ്മവും നടന്നു. മേയർ രാജൻ ജെ പല്ലൻ, തേറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ, കളക്ടർ എം.എസ്. ജയ, ഡെപ്യൂട്ടി മേയർ പി.വി. സരോജിനി, ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, കൌൺസിലർ ഐ.പി. പോൾ, പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് എ. രാമചന്ദ്ര പിഷാരടി, സെക്രട്ടറി പി. മുകുന്ദൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം. മാധവൻകുട്ടി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.പി. ഭാസ്കരൻ നായർ, സുന്ദർ മേനോൻ, തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പന്തൽ കാൽനാട്ട് കർമ്മത്തിന് മുന്നോടിയായി നടന്ന ഭൂമി പൂജയ്ക്ക് പാർമേക്കാവ് ക്ഷേത്രം മേൽശാന്തി മുണ്ടയൂർ ശ്രീധരൻ നമ്പൂതിരി, പെരിങ്ങാവ് കുട്ടൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ പൂരം പ്രദർശനം ഇത് 51ാം വർഷമാണ് നടക്കുന്നത്. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കടലിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം. ഇന്ന് 1ാം ദിവസം. വെള്ളാട്ട് മഹോത്സവത്തിൽ ദീപാരാധനയ്ക്കും എഴുന്നള്ളിപ്പിനും ദർശനം നടത്തുന്നത് സകല ദോഷശാന്തിക്കും കുടുംബശ്രേയസനും അത്യുത്തമം. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി, ഇഎംഒ റോഡ്, തൃശൂർ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ എ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകളിലേക്ക്. തൃശൂർ റൂറൽ എസ്.പിക്ക് സ്ഥലം മാറ്റം. വിജയകുമാറാണ് പുതിയ എസ്.പി. പത്മനാഭസ്വാമി ക്ഷേത്രം സുരക്ഷാ ചുമതലയിൽ നിന്നാണ് വിജയകുമാറിനെ തൃശൂർ റൂറൽ എസ്.പിയായി നിയമിച്ചിരിക്കുന്നത്. നിലവിലെ എസ്.പി അജിത ബീഗം സുൽത്താനയെ തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണറായി നിയമിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർക്കും മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റം തടയുകയായിരുന്നുവത്രേ. ആർ.കെ. ജയരാജ് ക്രൈംബ്രാഞ്ച് എസ്.പി ആയതിനെ തുടർന്ന് ഒഴിവുവന്ന ഗുരുവായൂർ എ.സി.പി തസ്തികയിലേക്ക് ഉടൻ നിയമനമുണ്ടാകുമെന്നും അറിയുന്നു. കാളിയാറോട് ചന്ദനക്കുടം നേർച്ച വർണ്ണാഭമായി. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നായി 100ഓളം നേർച്ച കാഴ്ചകളാണ് സർവ്വമത സൌഹാർദ്ദത്തിന്റെ പ്രതീകമായ അഷേഖ് അബ്ദുറഹ്മാൻ വലിയുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്ന കാളിയാറോഡിൽ എത്തിയത്. വിവിധ മഹല്ല് കമ്മിറ്റികളുടെയും നേർച്ച കമ്മിറ്റികളുടെയും യുവജന കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് നേർച്ചകൾ പള്ളിജാറത്തിൽ എത്തിയത്. ഗജവീരന്മാർ, പൂക്കാവടികൾ, വാദ്യമേളങ്ങൾ, ദഫ്മുട്ട്, കോൽക്കളി, അറബനമുട്ട് എന്നിവ നേർച്ചകൾക്ക് അകമ്പടിയേകി. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ നിർമ്മിക്കുന്ന കാർഷിക സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17.365 കോടി രൂപ ചെലവഴിച്ചാണ് ചെമ്പൂക്കാവിൽ 8 നിലകളിലായി കാർഷിക സമുച്ചയം നിർമ്മിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണത്തിന് 10 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ വൺ ടൈം അഡീഷണൽ സെൻട്രൽ അസിസ്റ്റൻസ് ഘടക പദ്ധതി പ്രകാരമാണ് വകയിരുത്തിയിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി കെ.പി. മോഹനൻ അധ്യക്ഷനായിരിക്കും. കൃഷി അനുബന്ധ മേഖലയിലെ ജില്ലാതല കാര്യാലയങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ബൃഹത് പദ്ധതിയാണ് ഇത്. വാർത്താസമ്മേളനത്തിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ.എ. സുലോചന, വി.എസ്. റോയ്, കെ.എസ്. ഭാസ്കരൻ എന്നിവരും പങ്കെടുത്തു. തൃശൂർ എസ്.ആർ.വി. സംഗീത വിദ്യാലയം സംഗീത കോളേജായി ഉയർത്തുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചതായി അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ അറിയിച്ചു. കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ തുടങ്ങിയ നടപടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫീസറെ ചുമതലപ്പെടുത്തണമെന്ന് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും എംഎൽഎ അറിയിച്ചു.
ന്യൂറോ ഫിസിഷ്യന്മാരുടെയും ന്യൂറോ സർജൻമാരുടെയും അഖിലേന്ത്യാ സംഘടനയായ ന്യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന വാർഷിക സമ്മേളനം തൃശൂരിൽ ആരംഭിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ പി സി ഗിൽവാസ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ കെ പരമേശ്വരൻ, ഡോക്ടർ ബിജു ഭദ്രൻ, പ്രൊഫസർ എം ഡി നായർ, വി ടി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200ഓളം വിദഗ്ധർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 15 പ്രബന്ധങ്ങളും 20 പഠനങ്ങളും അവതരിപ്പിക്കും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ കുരുക്കമ്പനിയിലെ ഓഹരി ഉടമകളെയും ജീവനക്കാരെയും സിംഗപ്പൂരിലേക്ക് വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് വിശ്വസിപ്പിച്ച് 16 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശി മുസ്ലിം വീട്ടിൽ മൻസൂറിനെയാണ് അറസ്റ്റ് ചെയ്തത്. 2013 ജൂൺ മുതൽ പല തവണകളിലായി ഇയാൾ 35 പേരിൽ നിന്ന് ഇയാൾ പാസ്പോർട്ടും മറ്റു രേഖകളും പണവും കൈപ്പറ്റിയിരുന്നു. ഇരിങ്ങാലക്കുട എസ്ഐ എം ജെ ജിജോയുടെ നേതൃത്വത്തിൽ സീനിയർ സിപിഒ ഗോപി, സിപിഒമാരായ റോയ് പൌലോസ്, സുജിത് കുമാർ, കെ ജെ ജിനേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കേസിൽ ഇയാളുടെ പിതാവടക്കം 3 പേരെ ഇനിയും പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇനി ജനവിധി 2014. ജില്ലയിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ള മണ്ഡലമാണ് മണലൂർ. ഇടതിനും വലതിനും ഒരുപോലെ പ്രതീക്ഷയും ആകാംക്ഷയും നൽകുന്ന മണ്ഡലമാണ് ഇത്. പഴയകാല കണക്കുകളെടുക്കുമ്പോൾ യുഡിഎഫിനെ ഏറെ തുണച്ച മണ്ഡലമാണ് മണലൂർ. പിന്നീട് ഇടതിന്റെ തട്ടകമായി. നിലവിലെ മണലൂരിന്റെ എംഎൽഎ യുഡിഎഫ് പ്രതിനിധിയാണ്. മനസ്സു തുറക്കാത്ത മണ്ഡലമാണിന്ന് മണലൂർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ മണ്ഡലത്തിൽ യുഡിഎഫ് പ്രതിനിധിക്ക് ലഭിച്ച വോട്ടിന്റെ ഭൂരിപക്ഷം 16. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പ്രതിനിധിക്ക് ലഭിച്ച ഭൂരിപക്ഷം 481. തൈക്കാട്, എളവള്ളി, പാവറട്ടി, കണ്ടാണശ്ശേരി, മുല്ലശ്ശേരി, വാടാനപ്പള്ളി, ചൂണ്ടൽ, വെങ്കിടങ്ങ്, മണലൂർ, അരിമ്പൂർ എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് മണലൂർ മണ്ഡലം. പഴയ മണലൂരിൽ നിന്ന് അന്തിക്കാട് മാറ്റി ചൂണ്ടലും കണ്ടാണശ്ശേരിയും വാടാനപ്പള്ളിയും ചേർത്തതാണ് മണലൂരിന്റെ പുതിയ രൂപം. ജില്ലയിൽ ഏറ്റവുമധികം വോട്ടർമാരുള്ള മണ്ഡലം കൂടിയാണ് മണലൂർ. പുരുഷ വോട്ടർമാർ 90,907, സ്ത്രീ വോട്ടർമാർ 1,02,142, മൊത്തം 1,93,049 വോട്ടർമാർ. ബിജെപിയും മണ്ഡലത്തിലെ നിർണായക സ്വാധീനമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി മണലൂർ മണ്ഡലത്തിൽ 8,654 വോട്ട് നേടിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,543 വോട്ട് നേടി. കോൾപ്പാടവും തൃശൂർ വാടാനപ്പള്ളി റോഡും കുടിവെള്ള പ്രശ്നങ്ങളും പാലങ്ങളും ഈ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിലെ സജീവ ചർച്ചയാകും. മനസ്സറിയാത്ത മണ്ഡലമായി കക്ഷികൾക്ക് മുന്നിൽ മണലൂർ നിൽക്കുമ്പോൾ മണ്ഡലത്തിൽ പിടിമുറക്കാൻ കക്ഷികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക്, TCV. തൃശൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ളവരുടെ കായിക മത്സരങ്ങൾ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടത്തി. മേയർ രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് അധ്യക്ഷനായിരുന്നു. അതിരൂപതാ സഹായമെത്രാൻമാർ റാഫേൽ തട്ടിൽ, കെ എ മനോജ്, ടി കെ അന്തോണിക്കുട്ടി, വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 20 സ്പെഷ്യൽ സ്കൂളിൽ നിന്നുള്ള 800ഓളം മത്സരാർത്ഥികളാണ് കായിക മത്സരത്തിൽ പങ്കെടുത്തത്. ഷാരോൺ വധക്കേസിൽ വിധി പറയുന്നത് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. RSS കണ്ണങ്കാട് കാര്യവാഹക മുല്ലശ്ശേരി സ്വദേശി കരുമഠത്തിൽ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ മുല്ലശ്ശേരി കണ്ണമ്പറമ്പിൽ വിഷ്ണു, നെടിയടത്ത് രാഹുൽ, കട്ടാട്ട് നിഖിൽ, കാമ്പറത്ത് ശ്രീഖിൽ, വടേരി ഷാജി എന്നിവർക്കെതിരെ വിധി പറയുന്നതാണ് മാറ്റിവെച്ചത്. 2012 ജനുവരി 19 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. എയ്യാൽ ശ്രീ മൂകാംബിക വിദ്യാനികേതൻ സ്കൂളിൽ വാർഷികാഘോഷം തൌര്യത്രികം 2014 ആഘോഷിച്ചു. സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി എസ് നായർ അധ്യക്ഷത വഹിച്ചു. ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുരേന്ദ്രനാഥ് കൈമൾ മുഖ്യാതിഥിയായിരുന്നു. RSS ജില്ലാ കാര്യവാഹക പി മുകേഷ്, പ്രധാനാധ്യാപകൻ കെ ബി ശശികുമാർ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ഗോപാലൻ, സ്കൂൾ ലീഡർ NH ആകാശ് എന്നിവർ സംസാരിച്ചു. പാഠ്യേതര രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള.
പ്രത്യേകിച്ച് പട്ട് സാരിയൊക്കെ നല്ല കളക്ഷൻസ് ആണ്. അപ്പൊ എല്ലാവരും കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടേക്ക് വന്നെടുക്കണം. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോർഷനിൽ തന്നെയാവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബത്തി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയിൽ. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചു വെക്കാൻ പറ്റണ്ടേ? ഞാനും ഇപ്പൊ B2B ആട്ടയാ കഴിക്കുന്നത്. വാർത്തയിലേക്ക്. മനക്കൊടി അൽ അസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 22ാം വാർഷികം ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനമോടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദികൾ അവരുടെ തന്നെ മാതാപിതാക്കളാണെന്ന് അദ്ദേഹം പറഞ്ഞു. 15ഉം 17ഉം വയസ്സുള്ളവർക്ക് വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് തന്നെ വലിയ തെറ്റാണ്. റോഡ് നിയമങ്ങളെക്കുറിച്ച് കുട്ടികൾക്കല്ല മാതാപിതാക്കൾക്കാണ് ബോധവൽക്കരണം നൽകേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. TDNMS ട്രസ്റ്റ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. KNM സംസ്ഥാന സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി മാഗസിന്റെ പ്രകാശനം നിർവഹിച്ചു. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് HE മുഹമ്മദ് ബാബു സേഠ് സമ്മാനദാനം നടത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ KJ ത്രേസ്യാമ്മ, TDNMS ട്രസ്റ്റ് സെക്രട്ടറി EK ഇബ്രാഹിംകുട്ടി, AH അബൂബക്കർ, അലി ഫരീദ്, P കുഞ്ഞുമുഹമ്മദ്, AAK മുഹമ്മദ്, P അബ്ദുൾ റഹ്മാൻ ഹാജി, ഹേമ ബാബുരാജ്, TG ബാസ്റ്റിൻ, സുവിൻ വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ പെൺകുട്ടിക്ക് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഇരിങ്ങാലക്കുട MACT കോടതി ഉത്തരവിട്ടു. കൊടകര ആനത്തടം സ്വദേശി എടത്തലപ്പറമ്പിൽ രവിയുടെ മകൾ കൃഷ്ണയ്ക്കാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടത്. 2007 ജനുവരി 28-ന് ആളൂരിൽ പിതാവിനോടൊപ്പം നടന്നു പോവുകയായിരുന്ന കൃഷ്ണയെ പുറകിൽ നിന്നും വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ കൃഷ്ണ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. ആം ആദ്മി പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ വനിതാ സംഗമവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തി. തെക്കേമഠം ഹാളിൽ നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായിക രേവതി വർമ്മ, ഷീബ അമീർ, നിഷ രാമകൃഷ്ണൻ, ആം ആദ്മി പാർട്ടി സ്റ്റേറ്റ് ട്രഷറർ സുനിൽ ജോർജ്, ജില്ലാ സെക്രട്ടറി ജിബിൻ സദാനന്ദൻ, ട്രഷറർ VV നിഷാദ് എന്നിവർ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ 10ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ സെമിനാർ നടന്നു. മുൻമന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NB കിഷോർ കുമാർ അധ്യക്ഷനായിരുന്നു. ശ്രീനിവാസ V കണ്ടേവാലെ ക്ലാസ്സെടുത്തു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ S നാഗരാജൻ, K സത്യനാഥൻ, ജില്ലാ സെക്രട്ടറി TV രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കല്യാൺ ജുവലേഴ്സ്, മനം മയക്കും 10,000-കണക്കിന് വളകൾ, ആരും വാരി അണിയാൻ മോഹിക്കും. 5 നിലകളിലായി തൃശൂരിലെ ഏറ്റവും വലിയ ഇന്റീരിയർ ഷോറൂം നന്ദനം ഇന്റീരിയർ. ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി കളക്ഷൻസ്, ടാപ്പ് ഫിറ്റിംഗ്സ്, ക്രോക്കറി, മിറർ, ഇന്റീരിയർ ഐറ്റംസ്, കൂടാതെ ഹിൻഡ്വെയർ, പ്യാരിവെയർ മോഡലുകൾക്കായി 2 എക്സ്ക്ലൂസീവ് ഫ്ലോറുകൾ. നന്ദനം ഇന്റീരിയർ, ഗുരുവായൂർ റോഡ്, പൂങ്കുന്നം, തൃശൂർ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്.
ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച വൈദ്യുതി വിതരണം തടസ്സപ്പെടും. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. മാടക്കത്തറ സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ വലപ്പാട്, ചേർപ്പ്, ഒല്ലൂർ, കൊടകര, ഇരിങ്ങാലക്കുട, അത്താണി, വിയ്യൂർ, ഗുരുവായൂർ, കുന്നംകുളം, പുത്തൂർ, കണ്ടശാങ്കടവ്, പുല്ലഴി എന്നീ സബ്സ്റ്റേഷനുകളുടെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. AKPCTA തൃശൂർ ജില്ലാ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. കേരളവർമ്മ കോളേജിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PS ഫിറൂസ് അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ പ്രൊഫസർ M മുരളീധരൻ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ മുരുകൻ ബാബു, ഡോക്ടർ VK വിജയൻ, പ്രൊഫസർ K ബിന്ദു എന്നിവർ സംസാരിച്ചു. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ച് ആം ആദ്മി പ്രവർത്തകർ തൃശൂരിൽ പ്രകടനം നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ആം ആദ്മി ജില്ലാ കോർഡിനേറ്റർ രാജേഷ് കുമാർ, സംസ്ഥാന ട്രഷറർ സുനിൽ ജോർജ്, ജില്ലാ സെക്രട്ടറി വിപിൻ ദാസ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. ഒല്ലൂർ, നെടുപുഴ, തൃശൂർ വെസ്റ്റ് എന്നീ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽപ്പെടുന്ന SC/ST വിഭാഗക്കാർക്ക് അദാലത്തിൽ പങ്കെടുത്തു. 100ഓളം പരാതികൾ പരിഹരിച്ചു. കുറുക്കഞ്ചേരി JPES സ്കൂളിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടന്ന അദാലത്ത് ക്രൈം റെക്കോർഡ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണ പ്രസ്ഥാനം എത്രത്തോളം മുന്നേറിയെന്നതിന് തെളിവാണ് വൻ മുതൽ മുടക്കിൽ ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിക്കുന്ന സഹകരണ ഹയർ സെക്കൻഡറി സ്കൂളെന്ന് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. പാടൂക്കാട് കോപ്പറേറ്റീവ് സ്കൂളിൽ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. മുൻമന്ത്രി KP വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ താലൂക്ക് കോപ്പറേറ്റീവ് കോളേജ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി AN ഭാസ്കരൻ, പ്രസിഡന്റ് TS സജീവൻ, പ്രിൻസിപ്പൽ PK ശാന്തി, കോപ്പറേറ്റീവ് കോളേജ് പ്രിൻസിപ്പൽ KR ധർമ്മരാജൻ, ഡിവിഷൻ കൌൺസിലർ MC ഗ്രേസി, ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ VK ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വർണ്ണക്കാവടികളും പീലിക്കാവടികളും നിറഞ്ഞാടിയ പുല്ലഴി വടക്കുമുറി ശ്രീനാരായണ ഭക്തസമാജം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് ഉച്ചയോടെ വിവിധ ദേശങ്ങളുടെ കാവടികൾ ക്ഷേത്രത്തിലെത്തി. ശ്രീമുരുക ഭക്തസമാജം, ശ്രീ അയ്യപ്പ ഭക്തസമാജം, പടിഞ്ഞാട്ടുമുറി, വടക്കുമുറി, കിഴക്കുമുറി ഭക്തസമാജങ്ങൾ, ശാന്തി ഭക്തസമാജം എന്നീ 6 ദേശക്കാരുടെ കാവടി അഭിഷേകത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പെരുമ്പളിശ്ശേരി ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിനിടയിൽ യുവാവിന് കുത്തേറ്റ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വല്ലച്ചിറ സ്വദേശികളായ കക്കാപ്പാടം വലാഞ്ചേരി വീട്ടിൽ സനീഷ് എന്ന പാട്ട സനീഷ്, കൊട്ടനാട്ട് വീട്ടിൽ ദീപേഷ് എന്നിവരെയാണ് വലപ്പാട് CI സനിൽകുമാർ അറസ്റ്റ് ചെയ്തത്. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിനിടയിൽ പാറക്കോവിൽ തുരുത്തിയിൽ വീട്ടിൽ അജയനെ സനീഷ് മദ്യക്കുപ്പികൊണ്ട് തലയ്ക്കടിക്കുകയും ഉടഞ്ഞ കുപ്പികൊണ്ട് വയറ്റിലും പുറത്തുമായി കുത്തുകയുമായിരുന്നു. പരിക്കേറ്റ അജയനെ മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സനീഷ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യോഗക്ഷേമ സഭ, യുവജന സഭ പ്രവർത്തകർ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിലാക്കുക, ദേവസ്വം ബോർഡുകളിൽ യോഗക്ഷേമ സഭയ്ക്ക് പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. യുവജനസഭ ജില്ലാ പ്രസിഡന്റ് അനൂപ് വെള്ളാലം, പഴയടം ശ്രീകുമാർ, നിരഞ്ജൻ കുറുശാരാർ, MV സുധീപ് തുടങ്ങിയവർ സംസാരിച്ചു. മസ്തിഷ്ക ചോർച്ചയ്ക്കെതിരെ ആകാശദീപങ്ങൾ തെളിയിച്ച് തൃശൂരിൽ നടന്ന ലൈറ്റ് അപ്പ് കേരള ശ്രദ്ധേയമായി.
കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന മസ്തിഷ്ക ചോർച്ചയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി തെക്കേ ഗോപുരനടയിൽ ആകാശദീപങ്ങൾ തെളിയിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായിരുന്നു. പ്രതിജ്ഞ ചൊല്ലിയ ശേഷമാണ് വിദ്യാർത്ഥികൾ ആകാശദീപങ്ങൾ തെളിയിച്ചത്. പട്ടം പോലെ ഉയർന്നു പൊങ്ങിയ ആകാശവിളക്കുകൾ കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. ഇനി വാണിജ്യം. ഫോറിൻ ആൻഡ് ലക്ഷറി കാറുകളുടെ റിപ്പയറിംഗും മികച്ച സർവീസിംഗുമായി മസ്താങ് മോട്ടോഴ്സിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. രാജകീയ യാത്രയൊരുക്കുന്ന നിരത്തിലെ താരരാജാക്കന്മാരായ ഫോറിൻ ആൻഡ് ലക്ഷറി കാറുകളുടെ റിപ്പയറിംഗും സർവീസിംഗുമായി 16 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം മർത്താക്കര ബൈപ്പാസിലെ മസ്താങ് മോട്ടോഴ്സിന് അവകാശപ്പെടാനുണ്ട്. സ്പെയർ പാർട്സുകളും ജർമ്മൻ പെയിന്റുകളും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് ഇവർ കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്തു കൊടുക്കുന്നത്. വിദേശത്തു നിന്നും പ്രാഗൽഭ്യം നേടിയ ടെക്നീഷ്യന്മാരുടെ സേവനത്തിന് കീഴിൽ BMW, പോർഷെ, ഓഡി, ബെൻസ് തുടങ്ങി ലക്ഷറി കാറുകളുടെ എല്ലാവിധ വർക്കുകളും ചെയ്തുവരുന്നു. ഇമ്പോർട്ടഡ് പെയിന്റ് മാനുഫാക്ചേഴ്സ് ആയ ഗ്ലാസുരിറ്റും മസ്താങ് മോട്ടേഴ്സുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പെയിന്റ് ചെയ്യുന്ന എല്ലാ കാറുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് നൽകുമെന്ന് മസ്താങ് മോട്ടോഴ്സ് ഡയറക്ടർ ഡേവിസ് പോൾ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണം ഗ്രാമിന് 2825, വെള്ളി 10 ഗ്രാമിന് 480, തങ്കം ഗ്രാമിന് 3035. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലത് വർഗീയ കക്ഷികൾ ഇടതുപക്ഷ വായാടികളുമായി ഒന്നിച്ച് CPM-നെ വേട്ടയാടുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ചന്ദ്രചൂഡൻ പ്രസ്താവനകൾ ഇറക്കണമെന്നും പിണറായി. എടക്കളത്തൂർ സണ്ണിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പ്രതികൾക്ക് വിവിധ വകുപ്പുകളിലായി 25 വർഷം തടവ്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന് സെഷൻസ് കോടതി. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം മുൻപന്തിയിലാണെങ്കിലും ഗുണനിലവാരത്തിൽ ഇനിയും മുന്നേറണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറണമെന്നും മുഖ്യമന്ത്രി. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ പന്തലിന് കാൽനാട്ടി. ഈ വർഷത്തേത് 51ാമത് പൂരം പ്രദർശനം. ഈ വാർത്ത